നമസ്കാരം. ഇന്ന് കേരളത്തിൽ ഒരു പുതിയ തെറിവാക്ക് രൂപപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അത് തെറിവാക്ക് തന്നെയാണോ എന്ന് ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കാറുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടത്. ആ വാക്ക് കഞ്ചാവോളി എന്ന വാക്കാണ്. വേടനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചിലരുടെ പ്രതികരണത്തിൽ വന്ന ഒരു വാക്കാണ് കഞ്ചാവോളി എന്ന വാക്ക്. എന്താണ് ഈ വാക്കിൻ്റെ ശരിയായ അർത്ഥം? ഇതിനെ ഒരു തെറിവാക്കായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? ഇത്തരം കാര്യങ്ങളാണ് ഈ ചെറിയ വോയിസിൽ കൂടി നമ്മളൊന്ന് ചിന്തിക്കുന്നത്. കഞ്ചാവ് എന്ന വാക്കിൻ്റെ അർത്ഥം ലഹരിയുള്ള ഒരിനം ചെടി എന്നതാണ്. ഇത് ഗഞ്ച എന്നതാണ് അറിയപ്പെടുന്നത്. ഇതുപയോഗിക്കുമ്പോൾ ബുദ്ധിക്ക് പ്രചോദനമൊക്കെ ഉണ്ടാക്കുമെന്ന നിലയിലും, എന്നാൽ അമിതമായാൽ അത് അതിദോഷം ചെയ്യുമെന്നും മതത്തെ നൽകുമെന്നും ഒക്കെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ഔഷധ ഗുണമുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ എത്ര നല്ല ഔഷധമായാലും അത് അധികമാവുകയോ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്താൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നും നമുക്കറിയാം. അപ്പോൾ ഇതാണ് കഞ്ചാവ് എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇനിയുള്ള വാക്ക് ഓളി എന്നതാണ്. അപ്പോൾ കഞ്ചാവ് എന്ന വാക്കും ഓളി എന്ന വാക്കും ചേർന്ന് വരുന്നതാണല്ലോ കഞ്ചാവോളി എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇവിടെ ഓളി എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങൾ പറഞ്ഞു കാണുന്നു. സാന്ദർഭികമായിട്ട് പല വാക്കുകളോട് ചേർത്ത് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ അർത്ഥവും വ്യത്യസ്തമാകും. ഓളി എന്ന വാക്കിന് ഓലി, ഓരി, അതുപോലെ ഒരിനം പക്ഷി, അത് ആ പക്ഷി തത്തയോട് സാദൃശ്യമുള്ള ഒരുതരം പക്ഷിയും ഈ ഓളി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. കൂടാതെ മരത്തിലൊക്കെ പിടിക്കുന്ന ഒരുതരം ഇത്തിൽ, ഇതിനെയും ഓളി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. പിന്നെ മറ്റൊരർത്ഥം വിഷയാസക്തൻ എന്നതാണ്. അപ്പോൾ വിഷയാസക്തൻ എന്ന ആ ഒരർത്ഥവും ഓളി എന്ന വാക്കിന് കാണാൻ നമുക്ക് സാധിക്കുന്നു. പിന്നീട് കാണുന്നത് കൂകൽ അല്ലെങ്കിൽ കൂവുക, അലർച്ച, നിലവിളി. അതുമല്ലെങ്കിൽ മറ്റൊരർത്ഥം കാണുന്നത് ബഹുമാനത്തിങ്കൽ നീ എന്നുള്ളതിന് പകരം പറയുന്ന ഒരു വാക്കായിട്ടും ഈ ഓളി എന്ന വാക്കിനെ കാണുന്നുണ്ട്. മറ്റൊരു വാക്ക് പറയുന്നത് സ്ത്രീഭോഗി എന്നതാണ്, അല്ലെങ്കിൽ വിഷയാസക്തൻ, കാമാതുരൻ എന്നൊക്കെ ഉള്ള അർത്ഥവും ഈ വാക്കിന് പല ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരർത്ഥം കാണുന്നത് ഓളി എന്നതിന് താങ്കൾ, അങ്ങ് എന്ന നിലയിലും ചിലയിടങ്ങളിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദതാരാവലിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വാക്കും കൂടി ചേർത്ത് വായിക്കുമ്പോൾ, കഞ്ചാവോളി എന്ന് വായിക്കുമ്പോൾ, ലഹരി ഉള്ള ഒരു തരം ചെടി, ആ ചെടി ഉപയോഗിക്കുകയും ഇതിലേതെങ്കിലും ഈ പറഞ്ഞ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ആവശ്യ ആ രീതിയിൽ അതുകൊണ്ടാണ് പ്രയോഗിക്കുകയും ചെയ്യുന്നെങ്കിൽ ആളെ കഞ്ചാവോളി എന്ന് വിളിക്കാം. അതിലൊരു തെറി മണക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഇവിടെ വിഷയാസക്തൻ എന്ന വാക്ക് ഉപയോഗിച്ചാൽ കഞ്ചാവ് കൊണ്ട് കഞ്ചാവിൽ ആസക്തിയുള്ളവൻ കഞ്ചാവോളി എന്ന് പറയാം. അതുപോലെ തന്നെ ഈ പറയുന്ന കഞ്ചാവ് അടിച്ചിട്ട് കൂകലും അലർച്ചയും നിലവിളിയും ഒക്കെ നടത്തുന്നവരെയും കഞ്ചാവോളി എന്ന് വിളിക്കുന്നത് കൊണ്ട് തെറ്റു പറയാൻ സാധിക്കില്ല. മറ്റൊന്ന്, കഞ്ചാവ് ഉപയോഗിച്ചിട്ട് സ്ത്രീ വിഷയത്തിൽ അമിതമായ ആസക്തി കാണിക്കുകയും അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുകയും കാമാതുരതയോടുകൂടി ആളുകളെ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ സമീപിക്കുകയും അവരെ കാണുകയും അവരോട് വർത്തമാനം പറയുകയും അവരെ പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെയും ഈ കഞ്ചാവോളി എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ കഞ്ചാവോളി എന്ന വാക്ക് സ്വാഭാവികമായും അതൊരു തെറിവാക്കല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇതിനെ തെറിവാക്കായി ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകളെ തെറി വിളിക്കാനെ കൊണ്ട് ചില ആളുകൾ, അല്ലെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ കഞ്ചാവ്, ഓളി എന്ന രണ്ട് പദങ്ങൾ ചേർന്ന് ഉണ്ടായ വാക്കാണ് കഞ്ചാവോളി. അപ്പോൾ ആ ഓളി എന്ന വാക്കിൻ്റെ അർത്ഥവും നമ്മൾ കേട്ട് കഴിഞ്ഞു, കഞ്ചാവ് എന്ന വാക്കിൻ്റെ അർത്ഥവും കേട്ട് കഴിഞ്ഞു. ഇനി ഇതിൽ തെറിയുണ്ടോ അല്ലെങ്കിൽ ഇത് തെറിവാക്കാണോ എന്നുള്ളത്
വിലയിരുത്തേണ്ടത് ഇത് കേൾക്കുന്നവരാണ്. ഇപ്പം മറവിലിരുന്നു കൊണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നവനെ, അല്ലെങ്കിൽ ഒളിവിലിരുന്നു കൊണ്ട് ഈ കഞ്ചാവ് കച്ചവടം നടത്തുന്നവരെയൊക്കെ ഒരു പക്ഷേ ഈ അർത്ഥത്തിൽ പലരും ഉപയോഗിക്കുന്നുണ്ടാവാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കഞ്ചാവെന്ന് പറയുന്ന ലഹരി അമിതമായി ഉപയോഗിച്ചിട്ട് കാട്ടിക്കൂട്ടുന്നതായ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ്, ആ പ്രവർത്തനങ്ങളെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഒരാളെ കഞ്ചാവോളി എന്ന് വിളിക്കുക. അതിൽ ചില ആൾക്കാർ ഓരിയിടും, ചിലർ കൂവും, ചിലർ അലറും. അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധമായ പല പ്രവർത്തനങ്ങൾക്കും ഇത്തരം ആളുകൾ ചിലപ്പോൾ ഇറങ്ങിത്തിരിക്കും. അപ്പോൾ ഇത് കഞ്ചാവ് ഉപയോഗിച്ച് കാട്ടിക്കൂട്ടുന്ന ഇത്തരം വിക്രിയകളുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ്. അതെങ്ങനെ തെറിവാക്കാകുമെന്നുള്ളത് സമൂഹം തന്നെ വിലയിരുത്തട്ടെ.